ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ കണക്റ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റാണ് ഇത് എന്നാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത്. കാരണം അവർ നിങ്ങളെ നേടാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. കാരണം അവർക്ക് എന്താണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലെല്ലാം തടസ്സങ്ങളാണ്. അതിനെല്ലാം മറികടക്കുമ്പോൾ അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യുന്നു, അതിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല മാർഗങ്ങളിലൂടെ നിങ്ങളെ തേടുന്നുണ്ട് ഈ വ്യക്തി. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് അവരുടെ സിറ്റുവേഷൻ തന്നെ അതാണ്. ഓക്കെ, അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് മുന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് മറ്റൊരു പാത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അതെല്ലാം അവരുടെ അറിവില്ലായ്മ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നത്. എന്ത് തന്നെ നഷ്ടം സംഭവിച്ചാലും നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. കാരണം അവരുടെ ജീവിതത്തിൽ ആകമാനം ഒരു ഒരു ഇരുണ്ട് മൂടിയ പോലെ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റീസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് ഒരു ബാലൻസ് നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ലൈഫിൽ എപ്പോഴും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു നഷ്ടബോധം അവർക്ക് ഫീൽ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ സിറ്റുവേഷനായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ അതെല്ലാം സാഹചര്യങ്ങളാണ്, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മേ ബി അത് അവരുടെ കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരാനുള്ള സാധ്യതകളും നിങ്ങളുടെ ലൈഫിലുണ്ട്. കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പോലും കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ വ്യക്തി അവഗണിച്ചിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ടുണ്ട്. ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് കുറച്ച് ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അവർ വളരെയധികം ഡീപ്പായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. കാരണം അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ കാണപ്പെടുന്നത്. പക്ഷേ ഇത് ഏഞ്ചൽ ബ്ലെസ്സിങ്സോട് കൂടിയ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അധിക വൈകാതെ തന്നെ ഈ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്പിരിച്വൽ പാത്ത്. സോ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു ശക്തിയായിരുന്നാലും അതിൽ ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം രണ്ടുപേർക്കും നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക.
നിങ്ങൾക്ക് ആ ഓവർ സ്ട്രെസ്സ് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മാത്രം അത് ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആവേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ട് ബ്ലോസമിങ് അബണ്ടൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അതുപോലെ തന്നെ അത്രയും ഫ്യൂച്ചർ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം ബ്രൈറ്റാണ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതായത് ഒത്തിരി നാൾ അവർ സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടുള്ളതല്ല, ഒരിക്കലും ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പാടുള്ളതല്ല. നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാലം കടന്നു പോയിരിക്കുന്നു. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അവർ നിങ്ങളെ യാതൊരു വാല്യൂവും നൽകിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങളെ കേട്ടിട്ടില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കൂടി അവർ നിന്നിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ആ വ്യക്തി അത്രത്തോളമാണ് അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണവും ഇവിടെ കാണുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാലേ, ചിലപ്പോൾ രണ്ട് വ്യക്തികളാലേ ഈ വ്യക്തിയുടെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോയിട്ടുണ്ടാവാം. അവർക്ക് തന്നെ അവരുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അവരുടെ ലൈഫിൽ എന്തോ ഒരു അഡിക്ഷൻ ബാധിച്ചിട്ടുണ്ടാവാം. അവർക്ക് പുറത്ത് പറയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയതിൻ്റെ കാരണമായിട്ട്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടും ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ഈ ഒറ്റപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായി. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ വ്യക്തി പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കരമായ പ്രയാസമായിരുന്നു. ഒരു ദിവസം പോലും നിങ്ങൾക്ക് ആ ഓരോ മണിക്കൂറുകളും നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഗ്രാജ്വലി ഇതിലൂടെ നിങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ് സത്യം. ആ വേദനകളിലൂടെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. അത്രയും ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും പുറത്ത് വന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഒരുപാട് പവർ ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ട് ഒരുപാട് നിങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സ്വയം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ നിങ്ങളിൽ ഇത്രയും വലിയൊരു മാറ്റമാണ് ഈ ഒരു സെപ്പറേഷൻ കാരണം ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോൾ കൂടുതലായിട്ടൊന്നും ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ല. ഈ വ്യക്തിയിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്താധീനരാകുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നു, നിങ്ങൾ ലൈഫിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ വ്യക്തിക്ക് തന്നെ തോന്നുകയാണ് നിങ്ങൾ അവരെ പൂർണ്ണമായി ഉപേക്ഷിച്ചോ, നിങ്ങൾ ഇനി അവരുടെ ലൈഫിൽ തിരിച്ചു വരില്ലേ. ഇങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഒരു ബ്രോക്കൺ ഹാർട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇതിനോടകം നിങ്ങൾ തിരിച്ചവരുടെ ലൈഫിൽ വരും എന്നവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നൊരു സമയമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിയുന്നു എന്നുള്ളതാണ്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ എൻഡ് ആവാനുള്ളൊരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഈ വ്യക്തി ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. എത്ര നാൾ വെയിറ്റ് ചെയ്തിരുന്നാലും ഈ വ്യക്തി ജെനുവിനായിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ടൈം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാ രീതിയിലും ഒരു ജസ്റ്റിസോട് കൂടിയ പ്രണയമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്നത്. അത്രയും ഏഞ്ചലിക് ആയിട്ടുള്ളൊരു പവർ ആ ഒരു പ്രണയത്തിനുണ്ട്. സോ ആ ഒരു പ്രണയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ, ഇല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കൂ. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.